എറണാകുളത്ത് നിന്നാണ് ആദ്യ ഫലസൂചനകൾ വരുന്നു. ആദ്യ ഫലസൂചന എറണാകുളം ഗ്രാമപഞ്ചായത്ത് റിസൾട്ടാണ് ആദ്യം വരുന്നത്. ശരി, ആദ്യത്തെ ഫലസൂചന പുറത്തു വരുമ്പോൾ എറണാകുളം ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള ആദ്യ ഫലസൂചന വരുന്നു. 1-1 എന്നാണ് അവിടെ നിന്നുള്ള നമ്മൾ കാണുന്ന കാഴ്ച. ഏറ്റവും ആദ്യത്തെ ഫലസൂചന പുറത്തു വരുമ്പോൾ എറണാകുളത്ത് 1-1 എന്നാണ് എറണാകുളത്തെ ഗ്രാമപഞ്ചായത്തിലുള്ള നേട്ടം. നമുക്ക് ഇനി അപ്ഡേറ്റ് ആയിട്ട് വരണം. എന്തായാലും ഈ ടാലിയിൽ കാണുന്ന പ്രധാനപ്പെട്ട സംഗതികളിലേക്കാണ് നമ്മൾ ഉറ്റുനോക്കേണ്ടത്. മുനിസിപ്പാലിറ്റിയിൽ, ടോട്ടൽ ഗ്രാമപഞ്ചായത്തിൽ, കോർപ്പറേഷനിൽ എന്തുമാത്രം മാറ്റം ഉണ്ടാവുന്നു. 86 മുനിസിപ്പാലിറ്റികളിൽ എവിടെയൊക്കെയാണ് എഡ്ജ് ഉണ്ടാവുന്നത്, ആർക്കൊക്കെയാണ് ആദ്യ മിനിറ്റിൽ എന്നാണ് കാണേണ്ട കാര്യം. എന്തായാലും വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൊല്ലം കോർപ്പറേഷനിലെ ആദ്യ ഫലസൂചന വരുന്നുണ്ട് നിഷാദ്. കൊല്ലം കോർപ്പറേഷനിൽ LDF 5, UDF 2, NDA 1 എന്നൊരു ഫലസൂചന ഇപ്പോൾ വരുന്നുണ്ട്. എന്തായാലും 5 മുനിസിപ്പൽ വാർഡിൽ LDF ലീഡ് എന്നുള്ള ആദ്യ ഫലസൂചന ഇപ്പോൾ സ്ക്രീനിലേക്ക് കാണാം. കോർപ്പറേഷൻ വാർഡ് നോക്കുകയാണെങ്കിൽ LDF 1 എന്നുള്ളതും കാണാൻ കഴിയും. മൊത്തം കോർപ്പറേഷനിൽ LDF ആണ് ലീഡ് ചെയ്യുന്നത്. കൊല്ലത്താണ് LDF ലീഡ് ചെയ്യുന്നത്. മുനിസിപ്പാലിറ്റികളുടെ ഫലസൂചനകൾ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. കൊല്ലത്ത് ജില്ലാ പഞ്ചായത്തുകളുടെയും ഫലസൂചനകൾ എത്തിയിട്ടില്ല. കോർപ്പറേഷനുകളുടെ ഫലസൂചന പുറത്തു വരുമ്പോൾ ഒരു കോർപ്പറേഷനിൽ LDF, തിരുവനന്തപുരം കോർപ്പറേഷൻ LDF 4 UDF 1 NDA 3 എന്നിങ്ങനെ ഒരു ലീഡ് നിലയും കൂടി വരുന്നുണ്ട് നിഷാദ്. ആദ്യ ലീഡ് LDF-നാണ് നമ്മൾ കാണാം. നോക്കൂ, ഇപ്പോ LDF കോർപ്പറേഷനിൽ 6 കോർപ്പറേഷൻ 2 LDF ലീഡ് ചെയ്യുന്നു. മുനിസിപ്പാലിറ്റിയിലേക്ക് വന്നിട്ടില്ല. ഗ്രാമപഞ്ചായത്തിൽ 6 LDF ലീഡ് ചെയ്യുന്നു എന്നതാണ് കാഴ്ച. കോർപ്പറേഷനിൽ LDF 2 UDF ലീഡ് ചെയ്യുന്നില്ല, NDA ലീഡ് ചെയ്യുന്നില്ല. ഈ LDF ലീഡ് ചെയ്യുന്ന കോർപ്പറേഷൻ എവിടെയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. റിപ്പോർട്ടർമാരെ ആവശ്യമുണ്ട്. LDF 2 കോർപ്പറേഷനിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിലെയും. ഒന്ന് കൊല്ലം, ഒന്ന് തിരുവനന്തപുരം. തിരുവനന്തപുരം. കൊല്ലത്ത് LDF 5 UDF 2 NDA 1. തിരുവനന്തപുരത്ത് LDF 4 UDF 1 NDA 3. അങ്ങനെ കൊല്ലം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF ലീഡ് ഉണ്ട് നിഷാദ്. കൊല്ലത്തും തിരുവനന്തപുരത്തും LDF ലീഡ് ചെയ്യുകയാണ്. അപ്പോൾ BJPക്ക് വലിയ പ്രതീക്ഷയുള്ള തിരുവനന്തപുരത്ത് LDF ലീഡ് ചെയ്യുകയാണ്. വിജിൻ വായന്തോട് ഉണ്ടെങ്കിൽ വിജിൻ, തിരുവനന്തപുരത്തെ സ്ഥിതി എന്താണ്? മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷനുകളുടെയും ഫല സൂചനകൾ ഇതാ വന്നു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. കൊല്ലം ജില്ലയിലെ മുനിസിപ്പാലിറ്റികളിൽ LDF 1 ലീഡ് ചെയ്യുന്നുണ്ട്. 1 ലീഡ് ചെയ്യുന്നു LDF മുനിസിപ്പാലിറ്റികളിൽ. കൊല്ലത്താണത്. ജില്ലാ പഞ്ചായത്തിൽ LDF കൊല്ലത്ത് 3 UDF 1. മറ്റ് കക്ഷികൾ എവിടെയും ലീഡ് ചെയ്യുന്നില്ല. കൊല്ലം ജില്ലാ പഞ്ചായത്ത് നോക്കുക, LDF 3 ലീഡ് ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വന്നാൽ തിരുവനന്തപുരത്ത് ഗ്രാമപഞ്ചായത്ത് LDF 7, UDF 2, NDA 1. കൊല്ലത്ത് LDF 9. കൊല്ലം ജില്ലയിൽ LDF ഗ്രാമപഞ്ചായത്തിൽ 9 ലീഡ് ചെയ്യുന്നു, UDF 3, NDA 1 ലീഡ് ചെയ്യുന്നു. ശരി. വിജിൻ വായന്തോട്, വിജിൻ എന്താണ് തിരുവനന്തപുരത്തെ കഥ? 3, അതായത് LDF 4, NDA 3 എന്നുള്ള നിലയിലാണ് നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇപ്പോൾ ഫലം ലീഡ് നില വരുന്നിരിക്കുന്നത്. ഒരു സീറ്റിൽ UDF ലീഡ് ചെയ്യുന്നു. വലിയ തുറയിൽ LDF ആണ് നിലവിൽ ലീഡ് ചെയ്യുന്നത് എന്ന് ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. ഒപ്പം തന്നെ NDA 3, LDF 4, UDF 1 ആ കണക്കിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോസ്റ്റൽ വോട്ടുകളുടെ കണക്കാണ്. EVM എണ്ണി തുടങ്ങിയിട്ടില്ല. എന്തായാലും അല്പസമയത്തിനകം പോസ്റ്റൽ വോട്ടുകൾക്ക് ശേഷം EVM-ലേക്ക് കടക്കും. അപ്പോഴായിരിക്കും കുറച്ചുകൂടി കൃത്യമായ വിവരങ്ങൾ ലഭിക്കുക. എന്തായാലും നിലവിൽ ഇപ്പോൾ 4-1-3. ശരി, ജില്ലാ പഞ്ചായത്തിലേക്ക് പോയാൽ കൊല്ലത്ത് LDF 3 ഡിവിഷനുകളിൽ ലീഡ് ചെയ്യുന്നു, UDF 1, NDA 1 ലീഡ് ചെയ്യുന്നില്ല. കോഴിക്കോട് നോക്കുകയാണെങ്കിൽ കോഴിക്കോട് LDF 2, UDF 1, NDA 1 ലീഡ് ചെയ്യുന്നില്ല. തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് LDF 3, UDF NDA 1 ലീഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യ ഫലസൂചനകളിൽ LDF-ന് നേരിയ മുൻതൂക്കമുണ്ട് നിഷാദ്. ഉറപ്പായിട്ടും ആദ്യ ഫലസൂചന പുറത്തു വരുമ്പോൾ LDF-നാണ് മുൻതൂക്കം. എല്ലായിടത്തും ആദ്യത്തെ നമ്പർ പ്രകടമാക്കുന്ന LDF ആണ്. ഇപ്പൊ കൊല്ലം എടുത്ത് നോക്കിയാൽ അവിടെ ബ്ലോക്ക് പഞ്ചായത്തിൽ ആദ്യത്തെ ലീഡ് LDF-നാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ LDF 3 ലീഡ് ചെയ്യുന്നു കൊല്ലം ജില്ലയിൽ എന്ന് കണ്ട. തിരുവനന്തപുരത്ത് LDF 3 ബ്ലോക്ക് പഞ്ചായത്തിൽ ലീഡ് ചെയ്യുന്നു. കൊല്ലത്ത് ഒരിടത്ത് ലീഡ് ചെയ്യുന്നു എന്നാണ് കാണേണ്ട കാര്യം. അപ്പോൾ തെക്കൻ കേരളത്തിലേക്ക് പോയാൽ തെക്കൻ കേരളത്തിൽ നിന്ന് വരുന്ന ആദ്യ ഫലസൂചനകൾ മുഴുവൻ കൊല്ലത്ത് പക്ഷേ LDF UDF 1 ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യത്തിൽ. തിരുവനന്തപുരം നോക്കിയാണെങ്കിൽ തിരുവനന്തപുരത്ത് LDF-ന് 3 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡ് ഡിവിഷനുകളിൽ ലീഡുണ്ട്. UDF-നോ NDA-ക്കോ ഒരിടത്തും ലീഡില്ല. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, ഗ്രാമപഞ്ചായത്ത് എവിടെ നോക്കിയാലും LDF-ന് നേരിയ ലീഡ് തുടക്കത്തിൽ ആദ്യ ഫലസൂചനകളിൽ ലഭിക്കുന്നുണ്ട് നിഷാദ്. ലിജോ റോളൻസ് ചേരുന്നു. ലിജോ, കൊല്ലത്തിന്റെ പൊതുസ്ഥിതി എന്താണ് ആദ്യത്തെ മിനിറ്റുകളിൽ?